അവൻ എങ്ങനെയാണ് കുരിശിൽ മരിച്ചത് എന്ന് നമുക്കറിയാം. അവൻ സത്യം തന്നെ ആയിരുന്നിട്ടും അവൻ വഞ്ചിക്കപ്പെട്ടു. അവൻ സ്നേഹം തന്നെ ആയിരുന്നിട്ടും അവൻ വെറുക്കപ്പെട്ടു. അവൻ ചേർത്ത് പിടിക്കുന്നവനായിരുന്നിട്ടും അവൻ തള്ളിപ്പറയപ്പെട്ടു. അവനിൽ ഒരു തിന്മയുമില്ലാതിരുന്നിട്ടും അവൻ നന്മ തന്നെ ആയിരുന്നിട്ടും അവൻ കുറ്റമാരോപിക്കപ്പെട്ടു. അവൻ ജീവൻ നൽകുന്നവനായിരുന്നിട്ടും അവൻ്റെ ജീവൻ എടുക്കപ്പെട്ടു. അവൻ പരിപാലിക്കുന്നവനായിരുന്നിട്ടും ഒരു പോറല് പോലും നമ്മുടെ മേൽ വീഴരുതെന്ന് ആഗ്രഹിക്കുന്നവനായിരുന്നിട്ടും അവൻ അടിച്ചു മുറിവേൽപ്പിക്കപ്പെട്ടു. മുറിവുണക്കുന്നവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. സത്യം തന്നെയായിരുന്നവൻ വഞ്ചിക്കപ്പെട്ടു. ചേർത്തു പിടിക്കുന്നവൻ തള്ളിപ്പറയപ്പെട്ടു. ജീവൻ കൊടുക്കുന്നവൻ കൊല്ലപ്പെട്ടു. അങ്ങനെ അവൻ കുരിശ് വഹിച്ചു, കുരിശിൽ മരിച്ചു. അവൻ എല്ലാറ്റിൻ്റെയും പൂർണ്ണതയായിരുന്നവൻ എല്ലാം അവനിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു. നമ്മളെ ഉടുപ്പിക്കുന്നവൻ്റെ വസ്ത്രം ഊരി മാറ്റപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവൻ കുരിശിൽ മരിച്ചു. തൻ്റെ ജീവിതത്തിലുണ്ടായ ഈ ദുഃഖ ദുരിത അനുഭവങ്ങളിൽ നിന്ന് അവൻ മുഖം തിരിച്ചില്ല. അവൻ അതെല്ലാം ഏറ്റെടുക്കുകയും ദൈവമഹത്വത്തിനു വേണ്ടി, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യൻ്റെ പാപങ്ങളുടെ പരിഹാര ബലിയായി തന്നെ ആ വേദനകളുടെ അഗ്നിയിൽ ഒരു ഹോമബലിയായി അർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വഞ്ചിക്കുന്നവരുടെ പാപത്തിന് അവൻ പരിഹാരം ചെയ്തു. തള്ളിപ്പറയുന്നവരുടെ പാപത്തിന് അവൻ പരിഹാരം ചെയ്തു. ദുരാരോപണങ്ങൾ നടത്തുന്നവരുടെ പാപത്തിന് അവൻ പരിഹാരം ചെയ്തു. കൊലപാതകം നടത്തുന്നവരുടെ പാപത്തിന് അവൻ പരിഹാരം ചെയ്തു. മനുഷ്യൻ്റെ എല്ലാ പാപങ്ങൾക്കുമുള്ള സമ്പൂർണമായ ഒരു കുറവുമില്ലാത്ത പാപപരിഹാര ബലിയായി അവൻ കുരിശാകുന്ന അൾത്താരയിൽ കത്തിച്ചാമ്പലായി ഒരു ഹോമബലിയായി തീർന്നു. അങ്ങനെ ആ ഹോമബലിയുടെ അഗ്നിനാളങ്ങളിൽ നിന്നാണ് അവൻ ഉയർത്തെഴുന്നേറ്റത്. നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. ഇനി നമ്മളും ഈശോയോടൊപ്പം ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ